ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനി വൈബ്സ്. ഇന്ന് ഞാൻ എൻ്റെ മോർണിംഗ് റൊട്ടീൻ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ എണീച്ച് കിച്ചണിൽ വന്ന ആദ്യം തന്നെ ഒരു ബ്ലാക്ക് ടീ ഇടും. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ബ്ലാക്ക് ടീ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേഗം ഡിഷ് വാഷറിൻ്റെ അടുത്തേക്ക് പോകും. അതിനകത്ത് രാത്രിയെല്ലാം വാഷ് ചെയ്യാനിട്ടേക്കണ പാത്രങ്ങളെല്ലാം രാവിലെ അത് പുറത്തേക്ക് ഇറക്കിയിട്ട് അതിനെല്ലാം അതിൻ്റെ സ്ഥാനങ്ങളിലേക്ക് അടുക്കി വയ്ക്കും. ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന പരിപാടി അതാണ്. അങ്ങനെ എല്ലാം ഇത് ഡിഷ് വാഷർ ഓപ്പൺ ചെയ്തു. പാത്രങ്ങളെല്ലാം ഞാൻ പുറത്തേക്ക് കിടത്തി. ഇന്നിവിടെ ഗീ റോസ്റ്റാണ് എല്ലാവർക്കും ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ രാവിലെ തന്നെ ദോശ ഉണ്ടാക്കി, കുഞ്ഞിനൊരു കുട്ടി ദോശ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് ഒരു കോഫി ഉണ്ടാക്കി. അങ്ങനെ ആദ്യത്തെ ആൾക്ക് ഗീ റോസ്റ്റും കോഫിയും റെഡിയായി. അതിന് ശേഷം അടുത്ത പരിപാടിയിലേക്ക് പോകും. ഞാനിപ്പോൾ ഈ പാൻ ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചു കൊണ്ട് വന്ന ഒരു നോൺ സ്റ്റിക്ക് തവയാണ്. ഇനി നമുക്ക് ചീര പറിക്കാനായിട്ട് പോകാം. ഇത് നമ്മുടെ ഗ്രേപ്സ് കാണാമോ എന്നറിയില്ല, കാണാൻ പറ്റുന്നുണ്ടോ? ഗ്രേപ്സ് ഇങ്ങനെ ഉണ്ടായിട്ടേ ഉള്ളൂ. ഗ്രീൻ കളർ ഗ്രേപ്സാണ്. അതിന് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ അത് നല്ല വലുതായിട്ട് പഴുത്ത് വരും. നമ്മുടെ പുതിന ഇല, പിന്നെ നമുക്ക് ഏറ്റവും വിശേഷപ്പെട്ട കറിവേപ്പ്. ഇതൊക്കെ ഞങ്ങൾ വന്നിട്ട് കറിവേപ്പിൻ്റെ ഒരു കുരു നട്ടിട്ട് ഉണ്ടായ കറിവേപ്പ്. അത് ഇതുവരെ അതിൻ്റെ ഇല പറിച്ചിട്ടില്ല കേട്ടോ. അതങ്ങനെ നിർത്തിയേക്കുവാണ് ഞങ്ങൾ. പിന്നെ പുതിനയാണെങ്കിലും നന്നായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്നൊരു പുതിനയുടെ ആവശ്യം വന്നാൽ ഓടി വന്ന് പറിക്കാമല്ലോ. ഈ സെലറിയൊക്കെ നമുക്ക് പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കടെ ഒരു ഫ്രണ്ട് തന്നതാണ്. അത് നട്ടിട്ടുണ്ട്, നന്നായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ചീര കൃഷി. കുറച്ച് നിറയെ ഉണ്ടായിരുന്നു ഇതിനകത്ത്, കുറേയൊക്കെ പോയി. കുറച്ച് ചീരയുണ്ട്, പക്ഷെ നല്ല വലിയ ലീഫൊക്കെ ആട്ടോ ഇതിൻ്റെ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. വാഴ കുറേ കാലം മുമ്പ് നട്ടേക്കണ കേട്ടോ, വളരെ പതുക്കെ അത് വളരുള്ളൂ. എന്നാലും ഒരു വാഴ. അങ്ങനെ നമ്മുടെ ചീരയെല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ വെച്ചേക്കാണ്. ഇനി ഇതിനെ ചോപ്പ് ചെയ്ത് ഇടയ്ക്കൊരു ടീയും കുടിച്ച് ഞാനങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി ചീരയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് സാധനം മതി കിട്ടും നമുക്ക്. അങ്ങനെ നമുക്ക് ചീരത്തോരനിലേക്ക് കിടക്കാം. അങ്ങനെ പാനടപ്പത്ത് വെച്ച് തീ കത്തിച്ച് ഓയിൽ ഒഴിക്കാൻ പോവാണ്. ഓയിലൊന്ന് ചൂടാവണം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സവോളയും വെളുത്തുള്ളിയും കൂടിയാണ് ഞാൻ അരിഞ്ഞു വെച്ചേക്കണേ. 1/2 കപ്പ് ഉണ്ടാവും, രണ്ടും കൂടി കൂടിയിട്ട്. അതാണ് ഞാൻ ആദ്യം ഇടാൻ പോകുന്നത്. അതൊന്ന് ചുമന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് നല്ല തീ കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ചീരയുടെ ഇല ഇടുന്നത്. ചീരയുടെ ഇല അങ്ങനെ മുഴുവനായിട്ട് അതിനകത്തേക്ക് ഇട്ടു. ഇനി അതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷം അത് മുരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് തേങ്ങ ഇടും. 1 കപ്പ് തേങ്ങയാണ് ഞാൻ അതിലേക്ക് ഇടുന്നത്. തേങ്ങയിട്ട് നന്നായിട്ട് നമ്മൾ അതിനെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഒരു നല്ല മുരിഞ്ഞ് വരണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എനിക്ക് അടുത്ത കോഫിക്കുള്ള പാല് അടുപ്പത്ത് വെച്ചേക്കും. അങ്ങനെ ചീരയും തേങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മുരിഞ്ഞ് വന്നു. ഇനിയാണ് നമ്മൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് വളരെ കുറച്ച് ഉപ്പ് മതി. ഈ ചീരയ്ക്ക് ചെറിയൊരു സോൾട്ടി ടേസ്റ്റുള്ള ഉപ്പ് ചീരയിലയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ടാൽ മതി അതിനകത്ത്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് വഴറ്റി കഴിയുമ്പോഴത്തേക്കും ചീരത്തോരൻ റെഡിയായി. അങ്ങനെ നമുക്കത് സർവിംഗ് ബോളിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞ് എൻ്റെ പണികളെല്ലാം രാവിലെ തീർന്നു. ഞാൻ പിന്നെ കിച്ചണൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി ബാക്കിയുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം വീണ്ടും ഡിഷ് വാഷറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി അതിനെ അടച്ചു. ഇനി കുറെ കഴിഞ്ഞിട്ട് ഫുള്ളായിട്ടാണ് ഞാനത് ഓണാക്കുള്ളൂ. കേട്ടോ, എൻ്റെ കിച്ചണൊക്കെ ഞാൻ എല്ലാ പാത്രവും മാറ്റി ക്ലീനാക്കി വെച്ചു. എൻ്റെ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞു. കുറച്ച് കറികളൊക്കെ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നുണ്ട്. അതിനെല്ലാം പുറത്തേക്ക് ഇറക്കി ഉച്ചയാകുമ്പോഴത്തേക്കും എല്ലാവർക്കും ലഞ്ച് റെഡിയാക്കും. അങ്ങനെ ഇന്നത്തെ ഒരു മോർണിംഗ് എൻ്റെ അവിടെ അങ്ങനെ അവസാനിച്ചു. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.